നമസ്കാരം. തൻ്റെ സഹമന്ത്രിസ്ഥാനത്തിൽ തീരെ അതൃപ്തനായിരുന്നു നമ്മുടെ സുരേഷ് ഗോപി MP. അദ്ദേഹം ഇന്നലെ ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. ഒരു മാധ്യമങ്ങളെ കാണുകയോ ആരുമായിട്ട് സംസാരിക്കാനോ തയ്യാറായില്ല. കേരളത്തിലെ മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ അദ്ദേഹത്തെ റൂമിൽ ചെന്ന് കണ്ടു. അദ്ദേഹവുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. അദ്ദേഹം കുറച്ച് ഒന്ന് അയഞ്ഞിട്ട് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം തൻ്റെ രാജി വാർത്ത നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ കർമ്മപഥത്തിലേക്ക് കർമ്മനിരതനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ വകുപ്പുകളെക്കുറിച്ച് സംസാരിക്കുകയും അവിടെ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പറയുകയും കേരളത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ താൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ പ്രവർത്തികളും ചെയ്യുമെന്നുമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പുറമെയായിട്ട് താൻ തൃശ്ശൂരിലേക്ക് പോകും. അവിടെ ചെന്ന് തനിക്ക് കുറേയേറെ സിനിമകൾ ചെയ്യാനുണ്ട്. സിനിമയാണ് തൻ്റെ ജോലി. അതിൽ ജോലി ചെയ്തെങ്കിൽ മാത്രമേ തനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുകയുള്ളൂ. ആ വരുമാനത്തിൽ നിന്ന് മാത്രമേ തനിക്ക് തൻ്റെ കുടുംബത്തെ നോക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എൻ്റെ ഒരു മകളെ ഇനി വിവാഹം കഴിച്ചയക്കാനുണ്ട്. ഇതിനൊക്കെയും പൈസ വേണം. അതിന് ഞാൻ ജോലി ചെയ്യണം. അതിന് ഞാൻ സിനിമയിൽ അഭിനയിച്ചേ മതിയാകൂ. അല്ലാതെ സർക്കാരിൻ മന്ത്രിയായിരുന്നു കൊണ്ട് തനിക്ക് കിട്ടുന്ന ശമ്പളം താൻ പൊതുസേവനത്തിന് വേണ്ടി ആയിരിക്കും ഇനിയും ഉപയോഗിക്കുക. തനിക്ക് തൻ്റെ കുടുംബം നോക്കണം. അതാണ് തൻ്റെ മുഖ്യം. അത് കഴിഞ്ഞാണ് താൻ രാജ്യത്തെ സേവിക്കുക. ഇങ്ങനെയാണ് സുരേഷ് ഗോപി പറയുന്നത്.